ഇത് ഞങ്ങൾ ആദ്യമായിട്ട് വുമൻസിനെ ഇതിൽ കൊണ്ടുവന്നത്. ഇത് മെയിലാധിപത്യമുള്ള ഒരു ഷോ ആണ്. It was at this moment that he knew he fucked up. 20s എന്റെ ഒരു ഓർമ്മ എന്താ പറയുക, ആദ്യം ഞാൻ 20s എൻജോയ് ചെയ്തിട്ടുള്ള ഏറ്റവും വലിയ കാര്യം ജോലി കിട്ടിയിട്ട് ആദ്യം വീട്ടില് സാലറി കൊടുത്ത. ഫസ്റ്റ് സാലറി കിട്ടി കഴിയുമ്പോ എന്താ പറയാ എക്സ്പെൻസ് കൂടുമല്ലോ. പിന്നെ അങ്ങനെ കൂടി 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 എന്താ പറയാ ജോലി ഇല്ലാത്തതാണ് ഏറ്റവും നല്ലതെന്ന് തോന്നിയ ഒരു മൊമെന്റ് ഒക്കെ ആയിരുന്നു. പിന്നെ അല്ല ഇതിന് ഫാൻസ് കൂടിക്കഴിഞ്ഞാൽ ഈ കുട്ടിയുടെ ഐഡി തരുമോ എന്ന് ചോദിച്ചാൽ പ്രശ്നമല്ലേ? കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ജീവിതം, കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ട്രിപ്പ് പോകും, എവിടെ വേണമെങ്കിൽ പോകും. പക്ഷെ അതൊരു സ്കാമാണ്. സത്യത്തിൽ പറയാം, എന്റെ വീട്ടുകാര് പ്യൂർലി എന്നെ പറ്റിച്ച പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. ഒരു സെറ്റ് ഓഫ് നമുക്ക് കുറെ റെസ്പോൺസിബിലിറ്റീസ് ഓട്ടോമാറ്റിക് ആരും തരുതല്ല, നമുക്ക് ഓട്ടോമാറ്റിക്കലി വരിക. അതിപ്പോ നമ്മളൊരു ഫാമിലി ഫംഗ്ഷന് പോയാൽ മതി, ഉടനെ അടുത്ത ക്വസ്റ്റ്യൻ വന്നത് ഇതായിരിക്കും. ഓക്കെ ജോബ് ഉണ്ടെങ്കിൽ ഓക്കെ എന്തുകൊണ്ട് കല്യാണം? കാരണം ഫ്രണ്ട് സർക്കിൾ അതിങ്ങനെ ഡിപ്ലീറ്റ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കും. വെൽക്കം ബാക്ക് ടു NSN. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് സൂപ്പർ ഹീറോസ് അല്ല, ഇന്ന് എന്നാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഇന്ന് നമ്മുടെ കൂടെ പതിവാരും ഇല്ല, അവരെല്ലാരും പോയി. അല്ല, അവരെല്ലാരും ക്യാമറ ബാക്കിൽ. നമുക്ക് ഇന്ന് അവരുടെ മുഖം എത്ര ഉണ്ട്, നിങ്ങൾക്ക് എന്നെ കാണാൻ ഇഷ്ടമായിരിക്കും, പക്ഷെ അവന്മാരെ കണ്ട് മടുത്തോന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഞാനിന്ന് 3 പുതിയ ആൾക്കാരായിട്ടാണ് വന്നിരിക്കുന്നത്. ഒന്ന് മീര, വലിയ HDFCയിലെ ഉദ്യോഗസ്ഥയാണ്. വിമൻ റോയ്, റിയൽ എസ്റ്റേറ്റ് മാഫിയ. പറഞ്ഞോ ഗായത്രി. അപ്പൊ ഇതിൽ നിന്ന് തന്നെ നമുക്ക് പറയാം, നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്താ, 20s to 30s 20s 30s പോയ എല്ലാ 90s കിഡിനും നമ്മൾ ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുകയാണ് ഞാൻ ഈ എപ്പിസോഡ്. മീര എന്തേലും പറയുന്നുണ്ട്. ഞങ്ങൾ ഇങ്ങനെ നോക്കിയാൽ 30 കാണാൻ പറ്റുന്ന ഒരു ലെവലിലാണ് ഞങ്ങൾ 3 പേര് ഇരിക്കുന്നത്. 30 ആദ്യം ടച്ച് ചെയ്ത ആരാ? ഡെഡ്പൂളിന് ടീഷർട്ടും കറങ്ങണ മാലയൊക്കെ ഇട്ട വയസ്സ് അറിയില്ല അവന്. എന്ത് തോന്നി ആദ്യമായിട്ട് 30 അപ്രോച്ച് ചെയ്തപ്പോ? കാരണം ഞാൻ പലപ്പോഴും കേട്ടിരുന്നു 30 ഇങ്ങനെ വന്നു നിൽക്കുന്ന, 30 വന്നു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എന്ത് തോന്നി ഫസ്റ്റ് 30 അടിച്ചപ്പോ ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന്? എനിക്കൊന്നും തോന്നിയില്ല, പക്ഷെ കൂടെയുള്ളവർക്കാണ് എന്നെ ഓർമ്മിപ്പിക്കാനുള്ള ധൃതി. അത് മനസ്സിലായി. അതെ, ഈ കോസ്റ്റ്യൂമില് 31, 32 ഒക്കെ ഒരേ ഒരു പ്രായം തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതെന്തുകൊണ്ട് ഈ വർഷം അതാണ്. പക്ഷെ എന്റെ ചുറ്റുമുള്ളവരെല്ലാം എന്നെ നല്ല രീതിയിൽ ഓർമ്മപ്പെടുത്തി. 29 കഴിഞ്ഞു, 20s കഴിഞ്ഞു, കറക്റ്റ് 30 കയറി എന്നുള്ള കാര്യം ഓർമ്മപ്പെടുത്തി. പിന്നെ ശാരീരികമായിട്ടുള്ള കുറെ പ്രശ്നങ്ങളുണ്ട്, അതെനിക്ക് ബുദ്ധിമുട്ടുണ്ട്. മറ്റേ അമൃതാഞ്ജന്റെ പ്രശ്നം പോലെ നടുവേന, കഴുത്തുവേന, ഇതൊക്കെ എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റും. എനിക്കില്ല കേട്ടോ, ഞാൻ ഫിസിക്കലി ഫിറ്റാ. അതെ, അതുകൊണ്ടാണ് എന്റെ കാലം തല നരയ്ക്കുന്നത് സ്ട്രെസ് കൊണ്ടാവാം. അങ്ങനെ പല പ്രശ്നങ്ങൾ വരാം. പ്രായം കൊണ്ടാണ്. അല്ല, പ്രായം എനിക്കൊരു 24. ഞാൻ 24 എന്നാണ് എന്റെ ഓഡിയൻസിലേക്ക് അതേ അറിയുള്ളൂ. പ്രായം കൊണ്ടല്ല തല നരയ്ക്കുന്നത്, സ്ട്രെസ് കൊണ്ടാണ്. പക്ഷെ ഞാൻ അപ്പൊ സംഭവം 20s എന്റെ ഒരു ഓർമ്മ എന്താ പറയുക, ആദ്യം ഞാൻ 20s എൻജോയ് ചെയ്തിട്ടുള്ള ഏറ്റവും വലിയ കാര്യം ജോലി കിട്ടിയിട്ട് ആദ്യം വീട്ടില് സാലറി കൊടുത്ത. അധികം ഒന്നും കൊടുത്തില്ല, എന്നാലും കുറച്ച് പൈസ കൊടുത്ത്. അത് ഓർമ്മയില്ല, അതായത് ഇവിടെ നൺ ഓഫ് യുവർ ബിസിനസ്. അപ്പൊ അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. നമുക്ക് മീര ഒന്നും മിണ്ടിയില്ലാന്ന് പറയാം, അല്ലെങ്കിൽ മീരനെ കട്ട് ചെയ്ത് പറഞ്ഞിട്ട്. മീരൊക്കെ എങ്ങനെയാണ് 20s? കാരണം എന്നെ സംബന്ധിച്ചോളം പെട്ടെന്ന് പോയതാ 10 വർഷം. കാരണം ഇന്ന് ഞാൻ തിരിഞ്ഞു നോക്കുമ്പോ എനിക്ക് ട്രെയിലർ പോലെ ഓർമ്മയുള്ള ഒരു പടത്തിന് പടക്ക് 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 എന്ന് പറഞ്ഞ പല പല കാര്യങ്ങളിൽ പോയി. എല്ലാ കാര്യങ്ങളും വിളിച്ചു പറയരുതോടാ. മീരൊക്കെ എന്താണ് തോന്നണേ? ഞാൻ ആക്ച്വലി ഡിഗ്രി കഴിഞ്ഞ ഉടനെ തന്നെ ജോബിന് ജോയിൻ ചെയ്തു. പിന്നെ നമുക്ക് ഫസ്റ്റ് സാലറി കിട്ടി കഴിയുമ്പോ എന്താ പറയാ എക്സ്പെൻസ് കൂടുമല്ലോ. പിന്നെ അങ്ങനെ കൂടി 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 എന്താ പറയാ ജോലി ഇല്ലാത്തതാണ് ഏറ്റവും നല്ലതെന്ന് തോന്നിയ ഒരു മൊമെന്റ് ഒക്കെ ആയിരുന്നു. പിന്നെ എന്ത് ചെയ്തു, ഓണത്തോളം പോട്ടെ എന്ന രീതിയിൽ മുന്നോട്ട് പോയി. ഇപ്പൊ ഫുള്ളും കഷ്ടപ്പാടും ദരിദ്രം മാത്രമേ. സ്റ്റോറി ഓഫ് ആ ലൈഫ്. ഇത് ഞങ്ങൾ ആദ്യമായിട്ട് വുമൻസിനെ ഇതിൽ കൊണ്ടുവന്നത്. ഇത് മെയിലാധിപത്യമുള്ള ഒരു ഷോ ആണ്. സോറി ശക്തിമാൻ. ഓ ഇത് ഞാൻ തന്നെ കട്ട് ചെയ്യാൻ എടുത്തു പറയ്. അപ്പൊ മീര പറഞ്ഞ പോലെ ഹൗ ഡു യു ഫീൽ when you're reaching to 30 while I am at 25? 5 മാസമുണ്ട്, 4 മാസമുണ്ട്. 4 വർഷമല്ലേ? 4 വർഷം നീ ഇത് വലിയ ജേർണി അല്ലേ? ഇപ്പൊ മീര പറഞ്ഞല്ലേ, മീര കല്യാണം കഴിച്ചില്ല, കല്യാണം കഴിക്കാൻ പോണുള്ളൂ. ഞാൻ പറഞ്ഞോ ഇതിന്റെ ബാക്കിൽ ആളുണ്ട്? അല്ല, ഇതിന് ഫാൻസ് കൂടിക്കഴിഞ്ഞാൽ ഈ കുട്ടിയുടെ ഐഡി തരുമോ എന്ന് ചോദിച്ചാൽ പ്രശ്നമല്ലേ? കൊടുക്കണം മിസ്റ്റർ. കൊടുത്ത അവനെന്നെ അടിക്കും. കല്യാണം കഴിക്കാൻ പോണവൻ ക്യാമറ ബാക്കിലുണ്ട്. എല്ലാവർക്കും അറിയാം, നമ്മുടെ വരുന്ന ആള് തന്നെ. അപ്പൊ
നിനക്ക് പക്ഷെ കുറച്ചുകൂടെ പറയാണ്ടാവും. കാരണം ഒരു ഏജ് കഴിഞ്ഞപ്പോൾ കല്യാണം കഴിക്കാനുള്ള പ്രഷർ വന്നു, ഇവനെ കെട്ടേണ്ടി വന്നു. ഇവന് ഹസ്ബൻഡ് ആൻഡ് വൈഫാണ്, ഇവരെ കല്യാണം കഴിക്കേണ്ടി വന്നു. കാര്യമില്ല, ഇത് എല്ലാവരും അറിയുമ്പോ. അപ്പൊ ആ ഒരു ജേർണി ആസ് എ വുമൻ എങ്ങനെയുണ്ടായിരുന്നു? കരിയർ വൈസ് എല്ലാം ഒരു പെട്ടെന്ന് പറഞ്ഞേ, നീ കുറെ സമയമില്ല. പെട്ടെന്ന് പറയാനാണെങ്കിൽ നല്ല കഷ്ടപ്പാടായിരുന്നു. ഇതെന്താ എല്ലാരും ഇങ്ങനെ ഡിപ്രസിങ് സ്റ്റോറി? ഡിപ്രസിംഗ് എന്ന് വെച്ചാൽ നമ്മൾ 20s നമ്മൾ അറിയുന്നില്ല നമുക്ക് എത്രത്തോളം ഫ്രീഡം ഉണ്ടെന്ന് ലൈഫില്. ഇൻ ദ സെൻസ് നമുക്ക് ഒന്നിനെ പറ്റി ആലോചിക്കണ്ട. എനിക്ക് എന്റെ ഫസ്റ്റ് ജോബൊക്കെ കിട്ടിയ ശേഷം എനിക്ക് ഭയങ്കര രസമായിരുന്നു ലൈഫ്. ഞാൻ ട്രിപ്പ് പോകുന്നു, ഞാൻ പുറത്ത് കഴിക്കാൻ പോകുന്നു, ഞാൻ കറങ്ങാൻ പോകുന്നു. എനിക്കൊന്നും അറിഞ്ഞ റെന്റ് വേണ്ട, ഇലക്ട്രിസിറ്റി വേണ്ട, AC ഇടുന്നു, ഫാൻ ഇടുന്നു, ഒരു കുഴപ്പമില്ല. പിന്നെ നീ പറഞ്ഞ പോലെ ഈ കല്യാണമൊക്കെ അടുക്കാറാവുമ്പോഴത്തേക്കും പ്രഷറുണ്ട് വീട്ടില്. പിന്നെ ഫൈനാൻഷ്യലി നമ്മൾ നോക്കും, ഫാമിലി എല്ലാരും ഇൻവോൾവ് ആവും. അത് ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഇപ്പൊ ഞാൻ ആദ്യത്തെ ജോലി കിട്ടിയെന്ന് പറഞ്ഞാല്, കാരണം ജോലി കിട്ടിയപ്പോ മീര പറഞ്ഞല്ലേ ചെലവുകൾ കൂടണല്ലാതെ കുറയില്ല. അത് ക്രെഡിറ്റ് വെച്ചാൽ ആദ്യം സാലറി കിട്ടുമ്പോ നല്ല രസമോ, കാരണം അതുവരെ ഒരു ഇൻകം ഇല്ല. നമ്മളിപ്പോ ചെറിയ എന്തെങ്കിലും ഇപ്പൊ ഞാൻ എന്തെങ്കിലും കാറ്ററിംഗ് അല്ലെങ്കിൽ ഞാനും ആദ്യമായിട്ട് പോയത് സെയിൽസ് ജോബിന് ഷോറൂമില്ല. ആ പൈസയൊക്കെ നമ്മൾ ഫുൾ ആവശ്യമായി. ഇയാൾക്ക് 20,000 രൂപ സാലറി കിട്ടുമ്പോഴേ ഇയാള് 30,000 രൂപ ഓക്ലയുടെ ഗ്ലാസ് വാങ്ങിയിട്ടുണ്ട്. എന്നുവെച്ചാൽ അന്ന് വീട്ടിൽ കൊടുക്കണ്ട, നമ്മുടെ കയ്യില് പൈസയാണ്. മനസ്സിലായി? നമുക്ക് എന്താണ് മൂളണത്? നമ്മളെ കാലം പ്രായം കൂടുതലായി. അത് ശരിയാ. കീറിയ ജീൻസ്, അയൺമാന്റെ ടീഷർട്ട്, കറങ്ങണ മാല, അയൺമാൻ. അപ്പൊ ബാക്ക് ടു ടോപ്പിക്. അപ്പൊ അന്ന് ഒരിക്കലും അതിന്റെ റെസ്പോൺസിബിലിറ്റീസ് ഏറ്റെടുക്കേണ്ടി വരുമെന്ന് പ്രതീക്ഷിച്ചിട്ടില്ല. അതിപ്പോ എന്റെ വീട്ടുകാരൊക്കെ എപ്പോഴും പറയുമായിരുന്നു, നീ ആള് ശരിയല്ല. അത് ഞാൻ ഇപ്പോഴും പറയും. അല്ല, കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ആ പെണ്ണ് ജീവിതം, കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ട്രിപ്പ് പോവുക, എവിടെ വേണമെങ്കിൽ പോകും. പക്ഷെ അതൊരു സ്കാമാണ്. സത്യത്തിൽ പറയാം, എന്റെ വീട്ടുകാര് പ്യൂർലി എന്നെ പറ്റിച്ച പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. അല്ല, നമ്മള് കല്യാണം ഇപ്പൊ ഡേറ്റ് ചെയ്ത് നടന്ന ടൈമിൽ നമുക്ക് ഉണ്ടായ ലൈക്ക് നമുക്ക് എന്റർടൈൻമെന്റ് എല്ലാം അതൊക്കെ ഉണ്ട്. നമ്മുടെ ടോപ്പിക് എന്താണെന്ന് അറിയാലോ അല്ലേ? അതെ, ഐ മീൻ മാരേജ് കഴിഞ്ഞ ഉടനെ തന്നെ ഒരു സെറ്റ് ഓഫ് നമുക്ക് കുറെ റെസ്പോൺസിബിലിറ്റീസ് ഓട്ടോമാറ്റിക് ആരും തരുതല്ല, നമുക്ക് ഓട്ടോമാറ്റിക്കലി വരിക. നീ പറയുന്ന 20s മാരേജ് കഴിയുമ്പോഴേക്കും സ്വിച്ച് ഇട്ട പോലെ റെസ്പോൺസിബിലിറ്റീസ്. അത് അപ്പൊ എനിക്കൊരു സിസ്റ്റർ ഉണ്ട്, അപ്പൊ അവളോട് എനിക്ക് പറയണമെന്നുണ്ട്. ലൈക്ക് ഇപ്പോഴല്ല, കല്യാണമല്ല, ഐ മീൻ ഈ 20s ബേസിക്കലി ഈ റെസ്പോൺസിബിലിറ്റി ഇല്ലാത്ത ഒരു ടൈം എൻജോയ് ചെയ്യാൻ ഏറ്റവും ബെസ്റ്റ് ടൈം അത് എൻജോയ് ചെയ്യുക എന്നുള്ളതാണ്. അത് താൻ എൻജോയ് ചെയ്തിട്ടില്ലേ? പക്ഷെ നമ്മൾ ഈ 20s 25 ഒക്കെ എത്തില്ലേ, അപ്പൊ നമ്മൾ വിചാരിക്കും അയ്യോ സെറ്റ് ആവണം, ജീവിതത്തിൽ സെറ്റ് ആവണം, ഇത്രയൊക്കെ ചെയ്യണം. ഞാനൊരു എസ്പെഷ്യലി ഫോർ ഗേൾസ് നമുക്ക് ഞാൻ പറയട്ടെ നമുക്ക് ഒരു കട്ട് ഓഫ് ഉണ്ട് 27 കല്യാണം കഴിക്കാനേ. നിങ്ങൾക്ക് അറ്റ്ലീസ്റ്റ് ഒരു 30-31 വരെ എക്സ്റ്റെൻഡ് ചെയ്യാന്നൊക്കെ പറയാം. അല്ലേ അല്ലേ? അപ്പൊ നമുക്കിങ്ങനെ ഭയങ്കര പ്രഷർ വരും. നമ്മള് 27 എത്തുമ്പോഴേ ഇത്രയും കാര്യം ചെയ്യണം, ജോബിൽ സെറ്റ് ആവണം, നമുക്ക് എവിടെയെങ്കിലും എന്തെങ്കിലും ഒക്കെ ചെയ്യണമെങ്കിൽ അതൊക്കെ ചെയ്ത് തീർക്കാനുള്ള ഒരു സ്റ്റേജിൽ എത്താനുള്ള ഭയങ്കര നമുക്ക് ആ ടൈമിൽ നമുക്ക് പ്രഷർ ആവും. എന്ന് വെച്ചാൽ 27 തന്നെ നല്ലൊരു ബാങ്ക് അക്കൗണ്ട് ബാലൻസ്, ഒരു സെറ്റിൽഡ് ലൈഫ്, പ്രഷർ ഇല്ലാതെ. അതായത് നിങ്ങൾക്ക് കുറച്ച് ടൈം കിട്ടും, ഞങ്ങൾക്ക് ആ ഒരു ടൈം കിട്ടുന്നില്ല. ഞങ്ങൾ സ്റ്റഡീസ് കഴിഞ്ഞ ഉടനെ ഒരു ജോബ് കയറണം, ജോബ് കയറി സെറ്റ് ആവണം, സെറ്റായി ഒന്ന് ട്രിപ്പൊക്കെ പോയി ഒന്ന് ഇതായി വരുമ്പോഴേക്കും വീട്ടുകാർ ആരെങ്കിലൊക്കെ പിടിച്ചോണ്ട് കിട്ടിക്കും. സ്പെഷ്യൽ മെൻഷൻ ഫോർ അരുൺ. അങ്ങനെ പറയാൻ പറ്റില്ല. ഇപ്പൊ ഞങ്ങൾക്ക് പ്രഷർ ഇല്ലാന്ന് പറയാൻ പറ്റില്ല. ഇപ്പൊ ഞങ്ങള് 20s കഴിയുമ്പോ ഇപ്പൊ ഞാനും ഇതിനും അത്രയും ഞങ്ങൾ ഒരുമിച്ച് സ്റ്റാർട്ട് ചെയ്ത കരിയർ. അപ്പൊ ആ കരിയർ സെയിൽസിൽ സ്റ്റാർട്ട് ചെയ്യുമ്പോഴും ആ പൈസ നമ്മള് അടിച്ചു പൊളിച്ച് കളയുമെന്ന് പറഞ്ഞാലും ഒരു പോയിന്റിൽ നമുക്കൊരു തോട്ട് പ്രോസസ് വരും. ഇനി വീട് ഡിപ്പെൻഡ് ചെയ്യാൻ പോകുന്നത് എപ്പോഴും ആഫ്റ്റർ 25. ഞാൻ നിങ്ങളെ ബാഷ് ചെയ്ത് പറയല്ല, കൂടുതൽ പ്രഷർ തരിക ഒരു ഫസ്റ്റ് ബോൺ മെയിലാണെങ്കിൽ ഞാൻ എന്നെ വീട്ടിൽ കിട്ടില്ല. ഞാൻ പറയാം, ഇപ്പൊ മീരയ്ക്ക് അതെ ഫസ്റ്റ് ബോണിന് എപ്പോഴും
ആഫ്റ്റർ 25 ഒരു പ്രഷർ ഒരു ഫസ്റ്റ് ബോൺ മാനത്ത് നോക്കി ഞാൻ കല്യാണം കഴിച്ചല്ലോ. സോറി പ്രഷർ എനിക്ക് ഷുഗർ വീട് അപ്പൊ കട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അങ്ങനെ ശരിയാണ്. ഫസ്റ്റ് ബോൺ ആഫ്റ്റർ 25 ബീങ് എ ഫസ്റ്റ് ബോൺ ഇസ് ടഫ് എന്ന് വെച്ചാ അത് വീട്ടുകാരെ ഒരു പരിധി വരെയൊക്കെ നമ്മള് ചാനൽ ചെയ്ത് വരുമ്പോഴായിരിക്കും നമ്മളൊരു കല്യാണ പരിപാടിക്ക് പോകുന്നത്. പ്രത്യേകിച്ച് 25 വയസ്സ് കഴിഞ്ഞപ്പോ തുടങ്ങി എന്റെ തല നരച്ചു തുടങ്ങി. സ്ട്രെസ്സിന് ഡോക്ടറിനെ കാണിച്ചു പറഞ്ഞു സ്ട്രെസ്സിനാണ്, അത് അങ്ങനെ ട്രീറ്റ്മെന്റ് ഒന്നുമില്ല. കളർ ചെയ്തതല്ല അല്ല ഇതൊക്കെയുണ്ടായിരുന്നു. എന്റെ ബേബിനെ മിസ് ചെയ്യുന്നു. കല്യാണ പരിപാടിക്ക് പോകുമ്പോ എന്താണെന്നറിയോ, അതുവരെ കാണാത്ത മാമനും മാമിയൊക്കെ വന്നിട്ട് എന്നാ അവനെ കല്യാണം ആയില്ലേ. നമ്മളന്ന് ആകെ കിട്ടുന്ന ഒരു ഞായറാഴ്ചയിരിക്കും, ജോലിയുടെ പ്രഷറൊക്കെ കഴിഞ്ഞ് നല്ല ഫുഡ് കിട്ടുമെന്ന് വിചാരിച്ചിട്ടായിരിക്കും അവിടെ പോണത്. പോയി കഴിയുമ്പോഴായിരിക്കും മോനെ കല്യാണം ഒന്നും ആയില്ലേ, എന്താ ജോലി എന്താണെന്ന് പറഞ്ഞെന്ന് വിചാരിക്കും. ഇപ്പൊ ഇവർക്ക് അറിയാത്തൊരു കമ്പനിയുടെ ആണ് പേര് പറയുന്നതെന്ന് വിചാരിക്കും, അതേത് കമ്പനി, പിന്നെ അതിനെപ്പറ്റി ആയിരിക്കും കുറെ ചോദ്യം. അപ്പൊ ഞാൻ വിചാരിക്കും, ഞാൻ പിന്നെ 25 വയസ്സിന് ശേഷം സത്യം പറഞ്ഞാൽ ഞാൻ കല്യാണ പരിപാടികൾക്ക് ഒരു പരിപാടിക്കും പോകാറില്ല. കാരണം ഉണ്ടല്ലോ കഴിക്കാനും പോവില്ലേ, കഴിക്കാനൊക്കെ പോകും. ഞാൻ സമ്മതിക്കും. കാരണം എന്താ വെച്ചാൽ നമ്മള് ഫാമിലിയോട് ഒരു ഫംഗ്ഷനും പോകാൻ പറ്റില്ല. ആന്റിമാര് അറിയാത്ത അമ്മായിമാരും ഒക്കെ വരും. ഈ പോഡ്കാസ്റ്റോടുകൂടി അത് ലെവലോ. ഇത് ഞാൻ അവരുടെ മുഖത്ത് നോക്കി തന്നെ പറഞ്ഞിട്ടുണ്ട്. ഒരു ആന്റി ഇങ്ങനെ വന്ന് ചോദിച്ചു, ഞാൻ എന്ത് ചെയ്തു, തിരിഞ്ഞു നിന്നിട്ട് ഞാനിത് അമ്മയോട് പറയുമല്ലോ, ഇതാ ഞാൻ ഒരു പരിപാടിക്കും വരാത്ത, അങ്ങനെയൊക്കെ പറയും. അപ്പൊ തിരിഞ്ഞു നിന്ന് ഈ പുള്ളിക്കാരി ഇത് ഫുള്ളും കേൾക്കണ്ടായിരുന്നു. അടിപൊളി, പിന്നെ അന്നത്തോടെ തന്നെ പോയി. നല്ല കാര്യം. കാരണം അങ്ങനത്തെ ആൾക്കാര് ഇത് ഞാൻ ഈ ലിങ്ക് എല്ലാവർക്കും അയച്ചു കൊടുക്കാം, എന്നാലും കണ്ടോ കുഴപ്പമില്ല. അല്ല, അങ്ങനെ കുറെ ആൾക്കാരുണ്ട്. നമ്മൾ വർക്ക് ചെയ്യുന്ന സെയിൽസിലാന്ന് പറയുമ്പോ തന്നെ ആദ്യം പറയുന്ന എന്താന്ന് വെച്ചാൽ ജഡ്ജ്മെന്റ് കൂടും ആൾക്കാരുടെ. ആഫ്റ്റർ 25 അല്ലെങ്കിൽ ഒരു 24-25 കഴിയുമ്പോ ജഡ്ജ് ചെയ്യുന്നത് കൂടും. അതുവരെ കോളേജിൽ പഠിക്കുമ്പോൾ ഗുണം എന്താ പറയുക, എവിടെ പഠിക്കണം 20-25 ആണോന്നും ഇല്ല. ഇപ്പൊ എനിക്ക് ഒരു സിസ്റ്റർ ഉണ്ട്, ഒരു ചേച്ചി ഉണ്ട്. അപ്പൊ പുള്ളിക്കാരത്തിയൊക്കെ ഒരു 10th കഴിഞ്ഞപ്പോ തന്നെ പുള്ളിക്കാരത്തി പിന്നെ ഇനിഷ്യലി പുള്ളിക്കാരത്തി ചുരിദാർ അങ്ങനത്തെ ഡ്രസ്സൊക്കെ ഇടുമായിരുന്നു. പിന്നീട് കംപ്ലീറ്റ്ലി ഫാമിലി നിർത്തിച്ചു. കാരണം ചുരിദാർ ഇടണതാ. ചുരിദാർ ഇട്ട് പോയി കഴിയുമ്പോ തന്നെ നമുക്ക് ഇവിടെ ഒരു അറിയാൻ നോക്കണ്ടേന്നൊക്കെ പറഞ്ഞ കല്യാണം ഡിസ്കഷൻ അന്നേ തുടങ്ങി. ഇപ്പൊ ചേച്ചിക്ക് ഇപ്പൊ ഒരുവിധം പ്രായമായി, പക്ഷെ ഇപ്പോഴും ചേച്ചി പരമാവധിയൊക്കെ എനിക്ക് തോന്നുന്നു ചുരിദാർ അവോയ്ഡ് ചെയ്യാറുണ്ട്. കല്യാണം കഴിച്ചില്ല, കല്യാണം കഴിച്ചു വന്നാലും ഇപ്പോഴും സ്റ്റിൽ പറയണ ആൾക്കാർ ചെല്ലുമ്പോ എല്ലാവർക്കും കെട്ടുപ്രായമായി ചിന്ത. ഒരു 25 ശേഷം ജഡ്ജ് ചെയ്യും. കാരണം എന്താ വെച്ചാൽ ഞാൻ പറഞ്ഞത് ഇപ്പൊ കോളേജിൽ പഠിക്കുമ്പോ സുഖം എന്താണെന്ന് അറിയോ, ആ 20 to 23 സുഖം എന്താന്ന് വെച്ചാൽ എന്ത് ചെയ്യുന്നു, പഠിക്കുന്നു. അവൻ എന്തോ പഠിക്കുന്നുണ്ട്, പഠിക്കുന്നുണ്ടല്ലോ എന്നുള്ളൊരു മോഡില് അതങ്ങനെ പോകും. അതായത് കോളേജാണ്, കോഴ്സാണ്. ഇപ്പൊ MBA ഒക്കെ പഠിക്കുമ്പോഴാണ് ഞാൻ ശരിക്കും പഠിപ്പിന്റെ ഒരു പരിപാടിക്ക് പോയെന്ന് വിചാരിച്ചോ. ഇപ്പൊ എന്ത് ചെയ്യണം, MBA ഒരു കല്ലെടുത്തിട്ടാ എഞ്ചിനീയർ അല്ലെങ്കിൽ MBA തലേ വരുള്ളൂ. അത് ഉമ്മാർക്കൊന്നും അറിയണ്ട. ഇത് ചോദിക്കുമ്പോ ഇവർക്ക് നല്ല ഹൈപ്പിടാ MBA. അപ്പൊ ആ ഒരു ഇത് എൻജോയ് ചെയ്തിട്ട് പിന്നെ ഒരു ജോലി കിട്ടി പോകുമ്പോ ഇപ്പൊ നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ, ഇപ്പൊ മീര പറഞ്ഞ പോലെ തന്നെ അടുത്ത കല്യാണം. ആ സമയത്ത് എനിക്ക് 3 ക്രെഡിറ്റ് കാർഡ് ഉണ്ട്. കല്യാണത്തിനേക്കാളും കൂടുതൽ ഞാൻ ആലോചിക്കുന്നത് ഇതെങ്ങനെ അടയ്ക്കാം എന്നുള്ളതാണ്. കാരണം ചെലവുകൾ കൂടുന്നുണ്ട്. ഇപ്പൊ നമ്മുടെ എക്സ്പെൻസ് മാത്രമല്ല, ഇപ്പൊ വീട്ടിൽ കൊടുക്കണമെന്നാ, പിന്നെ നമുക്ക് ഒബ്വിയസ്ലി EMIs വരും ആഫ്റ്റർ 25. അതാണ് അടിപൊളി. EMI പറ്റി പറയും. കാണുന്ന സെറ്റപ്പ് ഒക്കെ അപ്പൊ അതാണ് 25 ശേഷം വരുന്ന ഒരു പ്രഷർ. അതാ ഇപ്പൊ മീരക്കാണെങ്കിലും 25 ശേഷമല്ലേ കല്യാണത്തിന്റെ ഒരു പ്രഷർ കൂടിയത്. അതിപ്പോ നമ്മളൊരു ഫാമിലി ഫംഗ്ഷന് പോയാൽ മതി, ഉടനെ അടുത്ത ക്വസ്റ്റ്യൻ വന്നത് ഇതായിരിക്കും. ഓക്കെ, ജോബ് ഉണ്ടെങ്കിൽ ഓക്കെ, എന്തുകൊണ്ട് കല്യാണം? പിന്നെ നമ്മളിത് പറഞ്ഞു ലാസ്റ്റ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ കല്യാണത്തിന് പോകണ്ടേ. ഞാൻ നിങ്ങളോട് എല്ലാവരോടായിട്ട് ചോദിക്കുകയാണ്. കാരണം ഇപ്പൊ എന്താ വെച്ചാൽ നമ്മളിപ്പോ പറഞ്ഞു 20s to 30s വരുമ്പോ എനിക്കെപ്പോഴും തോന്നിയിട്ടുള്ള ഒരു കേസാണ് ഗോയിങ് ഫോർവേഡ്. ഐ മീൻ മുന്നോട്ട് പോകുന്നതോറും എനിക്ക് എൻ്റെ ഫാദറിന്റെ കുറെ അല്ലെങ്കിൽ അമ്മയുടെ കുറെ ഇഷ്ടമില്ലാത്ത കാര്യങ്ങളൊക്കെ എനിക്ക് വരുന്നതായിട്ട് തോന്നിയിട്ടുണ്ട്. ഇപ്പൊ റീലൊക്കെ കാണുന്നതല്ലേ, ഞാനിപ്പോ ഹോളിൽ നിന്ന് ഇറങ്ങി പോകുമ്പോ ലൈറ്റ് എത്തി കിടക്കണമെങ്കിൽ ഞാൻ ഓഫ് ചെയ്യും. അതുപോലത്തെ എന്തെങ്കിലും ഇതൊക്കെ വരാറുണ്ടോ? അത് നമ്മളിപ്പോ അതേപോലെ തന്നെ, കാരണം വീട്ടിലെ ചെലവൊക്കെ നമ്മൾ നോക്കണോണ്ട് KSEBിയുടെ ബില്ല് വരെ നമ്മൾ അടയ്ക്കുന്നതുകൊണ്ട് നമ്മൾ നെറ്റിഫൈഡ് ഓഫ് ചെയ്യും. അങ്ങനെ കുറെ ഇത് വരാറുണ്ട്. വിമലൊക്കെ പണ്ട് ഭയങ്കര അലമ്പായിരുന്നു. പക്ഷെ ഇപ്പൊ സ്വന്തമായിട്ട് വീടെടുത്ത് പറയുമ്പോ അതൊക്കെ അറിയില്ലേ. ഐ മീൻ അനാവശ്യമായിട്ട് ലൈറ്റ് കിടക്കുമ്പോ ഓബ്വിയസ്ലി അത് ഓഫ് ചെയ്ത് കളയും. പക്ഷെ ബാക്കി ആവശ്യം നമ്മുടെ കൺവീനിയൻസിന് വേണ്ടിയിട്ടുള്ള എല്ലാം ഒരു ലിമിറ്റ് ഒന്നും ഇല്ലാത്ത. എത്ര കളിക്കാടുണ്ട് ഇപ്പൊ? 2 പിന്നെ വേറൊരു കാര്യം, ഇപ്പൊ ഞാൻ പറയാം, ഇപ്പൊ ആദ്യമായിട്ട് സെയിൽസ് ജോബ് ആകുമ്പോ നിങ്ങൾക്ക് രണ്ടുപേർക്കും പെട്ടെന്ന് മനസ്സിലാവും, ഗായത്രിക്ക് എത്ര പെട്ടെന്ന് മനസ്സിലാവുന്നില്ല. ഭയങ്കര പ്രഷറായിരിക്കും. പ്രഷർ മാത്രമല്ല, നമ്മുടെ കാര്യം ഇപ്പൊ ശരിയല്ലെങ്കിൽ നമ്മുടെ ആരോഗ്യം മോശമാവും. ഫാസ്റ്റ് ഫുഡ് ആണെങ്കിലും
മറ്റു പല പേരുകൾ പറയാൻ പറ്റില്ല, BP വരും. അപ്പൊ അതൊക്കെ നമ്മള് ആൽക്കഹോൾ അങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ യൂസ് ചെയ്യുമ്പോഴാണ് എനിക്ക് ഭയങ്കര ഡ്രാസ്റ്റിക് ആയിട്ട് എൻ്റെ ഒരു 2027 ഹെൽത്ത് ഭയങ്കരമായിട്ട് കോംപ്രമൈസ് ആയിരുന്നു. ഒരു 110 kg ഒക്കെ ഭയങ്കരമായിട്ട് ഓവർ വെയിറ്റ് ആയി. സ്ട്രെസ് ഉണ്ട്. ഞാൻ പറയാം ജോലി കാരണമാണ് ഒരു വലിയ തലവരെ ഡോക്ടർ പറഞ്ഞത് സ്ട്രെസ്സിന്റെ ആണ്. അപ്പൊ അങ്ങനെ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ട് കുറെ സാധനങ്ങൾ എനിക്ക് വരും. ഇപ്പൊ ഞാൻ കുറച്ച് ഹെൽത്ത് കോൺഷ്യസ് ആണ്. കറക്റ്റ് ആയിട്ട് ഫുഡ് കഴിക്കുക, വർക്ക്ഔട്ട് ചെയ്യുക, അങ്ങനത്തെ ചേഞ്ചസ് ഇപ്പൊ ഞാൻ പറയാം 20s ഒരിക്കലും പ്രയോറിറ്റി അല്ല ഹെൽത്ത് ഒരു പ്രയോറിറ്റി അല്ല. പക്ഷെ 30s ആവുമ്പോ അല്ലേ അതെ, ഇപ്പൊ നടുവേദന തലവേദന ഇല്ലാത്ത വേദന ഒന്നുമില്ല. അപ്പൊ നമ്മള് ജിമ്മിൽ പോകും, ഫിറ്റ്നസ് നോക്കും, പിന്നെ കുറച്ച് ഭക്തിയും കൂടുതൽ തോന്നല്ലേ. അത് എന്താ പറയുക, ഈ ഒരു ടൈം ആകുമ്പോൾ ഓൾമോസ്റ്റ് നമ്മുടെ കൂടെ ഉള്ള ഗേൾസിന്റെ ഒക്കെ കല്യാണം കഴിയും. പിന്നെ അവരവരുടെ ഫാമിലിയായി അവരങ്ങ് പോകും. പിന്നെ നമ്മള് മറ്റേ സിംഗിൾ പേഴ്സൺ അടിച്ചു കിടക്കുമ്പോൾ നമ്മൾ അമ്പലം അങ്ങനെയൊക്കെ പോകും. അല്ലാണ്ട് ഭക്തി ഭ്രാന്തായൊന്നുമല്ല. സ്പിരിച്വാലിറ്റി എനിക്ക് തോന്നുന്നു ആഫ്റ്റർ 20s കൂടുകയും ചെയ്യാം കുറയുകയും ചെയ്യാം. ഡിപ്പെൻസ് ആണ് നമുക്ക്. എന്റെ കാര്യം ഇപ്പൊ ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ ഞാൻ 20s പോയി കഴിയുമ്പോൾ ഞാൻ പ്രാർത്ഥിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പഠിക്കുന്ന സമയത്ത് എങ്ങനെയെങ്കിലും ജയിക്കണം, അങ്ങനെ കുറെ ലിസ്റ്റ് ഓഫ് കാര്യങ്ങളാണ് കൊടുക്കുക. പക്ഷെ ഇപ്പോഴും ഞാൻ പള്ളിയിൽ പോകാറുണ്ടോ എന്ന് വെച്ചാൽ പോകാറുണ്ട്. പക്ഷെ പള്ളിയിൽ പോയി കഴിഞ്ഞാലും കമ്മ്യൂണിക്കേഷൻ മാറി. ഞാൻ ഒരു മെന്റൽ പീസിന് വേണ്ടിയിട്ട് പോകുന്ന ഒരു സ്പേസ് ആയത്. പക്ഷെ 20s 30s വരുമ്പോ ഒരു സ്പിരിച്വൽ ഡിഫറൻസ് അതാണ് കൂടുതലായിട്ടുള്ളത്. ഇമൽറോയ്ക്ക് എങ്ങനെയാണ്? അല്ല ഞാൻ ഫോർ ലോങ് ഇയേഴ്സ് ഞാൻ ഇപ്പൊ അങ്ങനെ റിലീജിയസ് ആയിട്ടുള്ള ഒരാളല്ല, ഒട്ടും റിലീജിയസ് അല്ല. ബിക്കോസ് ഇവിടെ ഈ ചുറ്റും കാണുന്നത് എല്ലാം ഒരു ബിസിനസ്സാണ്. ചുറ്റും കാണുന്നത് പല അല്ല, അതിപ്പോ ഏത് മതമാണെങ്കിൽ ഏത് ജാതിയാണ് എല്ലായിടത്തും ഒരു ബിസിനസ്സാണ്. അത് തന്നെയാണ് മെയിൻ കാരണം. പിന്നെ സ്പിരിച്വൽ ആണ്. ഒരു ബിൽഡിങ്ങിന്റെ അടിയിൽ പോയിരുന്ന് പ്രാർത്ഥിക്കുക, അങ്ങനെ ദൈവം ഉണ്ടെന്നുള്ള വിശ്വാസമുണ്ട്. ഐ റെസ്പെക്ട് ദ പവർ, അങ്ങനത്തെ എല്ലാം ഉണ്ട്. പക്ഷെ റിലീജിയസ് ആയി മാറിയിട്ടില്ല ഒരിക്കലും. 30s ആയതുകൊണ്ട് ഞാൻ ഭയങ്കര ഭക്തി പ്രാർത്ഥന പുളുമാലേക്ക് ഇട്ട് വന്നിട്ട് ഒരുമാതിരി ഭയങ്കര സീരിയസ് ആയിട്ടാണ് പറഞ്ഞത്. എനിക്ക് വൈബില്ല പഴയ 30 വയസ്സായി. പിന്നെ അതുപോലെ തന്നെ ഫയർ കിട്ടുപോയി. പിന്നെ അതുപോലെ തന്നെ മാറുന്നൊരു സാധനമാണ് ട്രാവൽ ഡെസ്റ്റിനേഷൻസ്. കാരണം എനിക്ക് 20s ട്രാവൽ ചെയ്യുമ്പോ എനിക്ക് എവിടെയെങ്കിലും പോയാൽ മതി. എവിടെയെങ്കിലും പോയാൽ മതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറെ ആൾക്കാർ കാണും. ഇപ്പൊ ഒരു പാർട്ടി അങ്ങനത്തെ ഒരു ഇതിലാണ്. പക്ഷെ ഇപ്പൊ ഞാൻ കഴിഞ്ഞ 2-3 വർഷമായിട്ട് പോകുന്നത് ട്രക്കിങ്ങോ, ഞാൻ അങ്ങനത്തെ ഒരു ഇതിലാണ്. 30s തീരാറാവുമ്പോഴേക്കും ഞാൻ പ്രിഫർ ചെയ്യുന്ന ഡെസ്റ്റിനേഷൻസ് അതാണ്. അതല്ലാതെ എനിക്കിപ്പോ ഇപ്പൊ ഞാൻ പറയാം, ഞാൻ അങ്ങനെ ഒരുപാടല്ല, എന്നാലും പാർട്ടിയൊക്കെ നമ്മൾ ഒരുപാട് എൻജോയ് ചെയ്തിട്ടുണ്ട്. പക്ഷെ എനിക്ക് കുറച്ചുകൂടെ മുന്നോട്ട്, നീ എന്തിനാ കുറച്ചുകൂടെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ എനിക്കത് ഭയങ്കര ബോറടി ആയി തുടങ്ങി. ഇപ്പൊ ഞാൻ ലാസ്റ്റ് ഇയർ തന്നെ പോയത് മേഘാലയ പോയപ്പോ ഇയാളെ കുറിച്ച് ഇയാളൊന്നും വന്നില്ല. എനിക്ക് കുറച്ചുകൂടെ ട്രാവൽ ചെയ്ത് നമുക്കൊരു പീസ് പിടിക്കുന്ന പരിപാടിയാണ് എനിക്കിഷ്ടം. നിനക്കോ? അല്ലേ? ഓ ഇവിടെ പിന്നെ ചോദിച്ചു രണ്ടും പോവും. അല്ല മീരക്ക് അങ്ങനെയാണോ? വിമൽറിക്ക് എങ്ങനെയാണ്? വിമൽറിയുടെ എങ്ങനെയാണെന്ന് അറിയോ? ഞാൻ അല്ല പാർട്ടി കോസ്റ്റ്യൂം ആണെന്ന് തോന്നുന്നുള്ളൂ. പക്ഷെ പുള്ളി അങ്ങനെയല്ല. പുള്ളി ചോദിച്ചാൽ കഴിഞ്ഞിട്ട് ചോദിച്ചാൽ നമുക്ക് ട്രെക്ക് ചെയ്തിട്ടൊക്കെ ഒരു പരിപാടി പിടിക്കാം. അത് ട്രെക്ക് ചെയ്ത് ഒരു സ്ഥലത്ത് നമുക്ക് മേഘാലയ പോവാം, ട്രെക്ക് ചെയ്യാം. അപ്പൊ ഇങ്ങനെ 2-3 മണിക്കൂറൊക്കെ ട്രെക്ക് ചെയ്ത് കഴിഞ്ഞാൽ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സീനറീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാനില്ല, ഞാൻ വേണമെങ്കിൽ കസോള് വരാം. കസോള് വന്നിട്ട് എന്തിനാ? കസോള് വന്നിട്ട് ഇങ്ങനെ വെറുതെ ഇരിക്കുക. അപ്പൊ ഇങ്ങനെ മഞ്ഞമലയൊക്കെ കണ്ട് നമുക്ക് ഇങ്ങനെ ഇരിക്കാം. ഞാൻ എത്ര ദിവസം, ഒരാഴ്ച കുഴപ്പമില്ല. പക്ഷെ ഉള്ളൊരു പ്ലാൻ ഇങ്ങനെ ഇരിക്കുക, വെറുതെ ഇരിക്കുക. അത് നമ്മൾ പ്രായം കൂടിയപ്പോൾ അങ്ങനെയായിരുന്നു. പണ്ട് നമ്മളുടെ അങ്ങനെയല്ല. മറ്റേ ഇടുക്കിയിലെ മല ഏതാ? പരുന്നും പറയാം. വാഗമണിലൊരു മലയൊക്കെ ഒറ്റ കോടി കയറിയുണ്ട് ഇയാള്. അത് ആരോ വെല്ലുവിളിച്ച അവിടം വരെ പോയിരുന്നിട്ട് ഇയാളുടെ കയ്യിലുള്ള ജാക്കറ്റ് വീശി കാണിക്കുമെന്ന് ചോദിച്ചു. ഓടി. അന്ന് 23 വയസ്സുള്ളൂ. അന്ന് ഞാൻ കുറച്ച് ഏജ്ഡാ. അന്ന് എന്റെ മനസ്സ് ഭയങ്കര ഏജ്ഡാ. അന്ന് എനിക്ക് ഓടാനുള്ള അത്ര മൂടില്ല. ഞാൻ അവിടെ പുള്ളി പക്ഷെ അങ്ങറ്റത്ത് പോയി അവിടെ ജാക്കറ്റ് അടിച്ച് പിന്നെ അവിടെ തിരിച്ച് ഓടി വന്ന് അന്ത ഫയറൊക്കെ പോയി മെൽറോയില്. അല്ലേ? കൺവീനിയൻസ് ആണ് ഇപ്പൊ താല്പര്യം. നമുക്കൊരു വണ്ടി അവിടെ എത്തിച്ചേരുന്നുണ്ടെങ്കിൽ അത് മതി. അതാണ് ഏറ്റവും വലിയ സന്തോഷം. അവിടെ ചെന്നത് വ്യൂ അവിടെ എത്തുക, ഡെസ്റ്റിനേഷനിൽ എത്തുക എന്നുള്ളതാണ്
നമ്മുടെ പേർപ്പസ്. ഇപ്പൊ ഒരു നടന്നു വരവോളൊന്നുമില്ല, ഒരു വണ്ടി എത്തിച്ചാൽ മതി. മാറുന്ന കാര്യങ്ങൾ ഇതാ, ഒന്ന് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് മാറും, പിന്നെ പേടി. പിന്നെ ഒരു മേജറായിട്ട് ഞാൻ എൻ്റെ ലൈഫിൽ കണ്ടിട്ടുള്ളത് വെച്ചാൽ ഈ ഫ്രണ്ട്സ്. ഇപ്പൊ നമ്മളൊരു 20s ഒക്കെ തുടങ്ങുമ്പോൾ നമ്മുടെ എല്ലാ ഗ്യാങ്സ് ഫുള്ളുള്ള എല്ലാവരും നമ്മുടെ കൂടെ ഉണ്ടാവും. ഇവിടെ ഞാനിപ്പോഴും ഇല്ലേ, നമ്മൾ 20 വയസ്സ് അല്ല, എനിക്ക് ഇപ്പൊ ഇവൻ എൻ്റെ ഒരു കോളേജ് ബെസ്റ്റ് ഫ്രണ്ട് ആണ്. അതുപോലെ എനിക്ക് സ്കൂളിൽ ഒരു ചെയ്യാനുണ്ട്. അവര് ഓരോ വർഷം കഴിയുമ്പോഴും ഇങ്ങനെ ആൾക്കാർ ഇങ്ങനെ മൈനസായി. അതെനിക്ക് തോന്നുന്നു എല്ലാവരുടെയും ലൈഫിൽ അത് ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നതും കാണാൻ പോണത്. ഇപ്പൊ 20s ഉള്ളവരൊക്കെ ചിലപ്പോ അറിയൂല, അവർക്ക് എല്ലാവരും നമ്മുടെ കൂടെ ഉണ്ടാവും. പക്ഷെ ഈ റെസ്പോൺസിബിലിറ്റി 30s ആവുമ്പോൾ എല്ലാവരുടെയും തലയിൽ വരുന്ന റെസ്പോൺസിബിലിറ്റീസ് ആണ്. ഓരോരുത്തരും കുറഞ്ഞ് എല്ലാവരും പുറത്തോട്ട് പോവുക, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് കേരളത്തിൽ ഉണ്ടാവില്ല, എല്ലാവരും പുറത്തായിരിക്കും. അതൊരു ഭയങ്കര മേജർ ചേഞ്ച് ആണ് 30s ഹിറ്റ് ചെയ്യുമ്പോൾ. അത് നമുക്ക് ഒരു റിയലൈസേഷൻ ആ സമയത്താണ് തോന്നുന്നു മിക്കവരും പിന്നെ ഒരു കൂട്ട്, ഒരു കല്യാണം. മറ്റേ പാബ്ലോ എസ്കോബാറില്ല, ഒറ്റയ്ക്ക് ഊഞ്ഞാലാണ്. അതുപോലെ ലിറ്ററലി ഒരു അവസ്ഥയിലാണ് പല ആൾക്കാരും. അപ്പൊ എല്ലാവരും കല്യാണം കഴിക്കണമെന്ന് പറയണം. അല്ല അങ്ങനെ ചിലവര് എല്ലാരും ഇൻഡിപെൻഡന്റ് അല്ല, ചിലവർ കോഡിപെൻഡന്റ് ആണ്. അപ്പൊ അങ്ങനത്തെ ഉള്ള ആൾക്കാർക്ക് അവർക്ക് ഒരു കൂട്ട് വേണം, ഒരു ഫ്രണ്ട്ഷിപ്പ് വേണം, ഒരു കമ്പാനിഷിപ്പ് വേണം. അങ്ങനത്തെ ഉള്ളവര് ചിലപ്പോ ഇത് കെട്ടിയേക്കാം. അങ്ങനെ പറയാൻ ദൂരം പേരുണ്ട്. അല്ല, ആ തോട്ട് പ്രോസസ് ശരിയാ. അപ്പൊ എനിക്ക് പരിചയമുള്ള ഒരു ഓഡിറ്റർ ഉണ്ട്, അരുണാനു. അയാൾ ഇങ്ങനെയാണ് പറഞ്ഞോണ്ടിരുന്നത്, ഞാൻ കല്യാണം കഴിക്കൂല, ഞാൻ എന്നെ കല്യാണം കഴിച്ചതെന്ന് കഴിഞ്ഞ ഡിസംബറിൽ മേഘാലയയിൽ ഒരു മലയുടെ പൊക്കത്തിരുന്ന പോലെ പുള്ളി പറഞ്ഞേ. ഫെബ്രുവരി ആയപ്പോ പുള്ളി മീനയിൽ ഉറപ്പിച്ചു. ചിലപ്പോ ഇതായിരിക്കും, പുള്ളി മേഘാലയ പോയതിൽ ഊഞ്ഞാൽ ഒറ്റ കാണുന്ന. അതുകൊണ്ട് പ്രായം കൂടുന്നോണ്ടായിരിക്കും അയാള്. അല്ല, അത് പറയാൻ പറ്റില്ല. അപ്പൊ എനിക്ക് ഇതുവരെ തോന്നിയിട്ടില്ല ഒരു കമ്പാനിയൻ വേണം, കാരണം എനിക്ക് കുറെ പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ടായിരിക്കാം. പക്ഷെ അതും 20s വരുന്നൊരു ചെയ്യുന്ന ഞാൻ ഒരുപാട് പേരെ കണ്ടിട്ടുണ്ട്. കോളേജിൽ നമ്മൾ പഠിക്കുമ്പോൾ മറ്റേ വുമൺ എംപവർമെന്റും മറ്റേ ഫെമിനിസത്തിലെ അസുഖങ്ങൾ കുറച്ച് പേരുണ്ടായിരുന്നു. എന്നുവെച്ചാ നിന്നെ പോലെ അറിവുള്ള ഫെമിനിസ്റ്റ് അല്ല ഞാൻ പറഞ്ഞത്, ഫേക്ക് ഫെമിനിസ്റ്റ്. അപ്പൊ അങ്ങനത്തെ പേരെടുത്ത് പറഞ്ഞവരൊക്കെ കമന്റ് ചെയ്യൂല. അതുകൊണ്ട് കോളേജിൽ കുറെ പേരുണ്ടായിരുന്നു, അവരൊക്കെ ഭയങ്കര ഇതായിരുന്നു, കല്യാണം കഴിക്കണ എന്തിനാണ്, ഭയങ്കര ഇതാന്ന് പറഞ്ഞ ആൾക്കാര്. ഞങ്ങൾ കോളേജ് 3rd year കഴിയുമ്പോൾ കല്യാണം കഴിച്ച് ഞങ്ങളെ പരിപാടി പോയ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അതും ഒരു ചേഞ്ചാണ്. എന്നുവെച്ചാൽ ഇപ്പൊ 20s to 30s വരുമ്പോ ഇപ്പൊ മെന്റലി ഒരുപാട് ചേഞ്ചസ് വരും. കാരണം ഇപ്പൊ എനിക്ക് തോന്നുന്നത് ഏറ്റവും കൂടുതൽ നമ്മുടെ ചുറ്റുമുള്ളത് കൺസൾട്ടിങ് സെന്റേഴ്സ് ആണ്. ഒരുപാട് കൺസൾട്ടിങ് ഫേംസ് ഉണ്ട്. കൺസൾട്ടിങ് എന്ന് ഞാൻ പറയുമ്പോ തെറാപ്പി വളരെ കോമൺ ആയി ഇപ്പൊ. നല്ല കാര്യല്ലേ, അത് ഡിബേറ്റബിൾ ആണ്. അതൊരു ഡിബേറ്റബിൾ. പണ്ട് ഒരു ടോപ്പിക്കിനുള്ള സ്കോപ്പ് ഉണ്ട്. അത് കാലത്തിന്റെ അത് ഈ എന്താ പറയാ ജനറേഷനിൽ ചേഞ്ച് വന്നപ്പോ വന്ന ഒരു സംഭവം. പണ്ടത്തെ ജനറേഷനിൽ തെറപ്പി ഉണ്ടായതുകൊണ്ടാണ് ആൾക്കാർ സിറ്റുവേഷൻസ് എല്ലാം ഡീൽ ചെയ്യുക. അതിന്റെ ആവശ്യം ഉണ്ടായില്ല. സിറ്റുവേഷൻസ് മാറി, ഇപ്പൊ സോഷ്യൽ മീഡിയ ഒക്കെ വന്നുകൊണ്ടാണ് സിറ്റുവേഷൻസ് ഡീൽ ചെയ്യുന്നു. ഇറ്റ്സ് നോട്ട് നെസസറിലി ദ റൈറ്റ് കൈൻഡ് ഓഫ് ഡീലിംഗ്. ഇത് കൊള്ളാതെ, ഇത് എനിക്ക് മറ്റേ കഥയിലൊരു ജീവിതമാണ്. നിങ്ങള് ഞാൻ പണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്താ പറയാ, ന്യൂക്ലിയർ ഫാമിലി അല്ല, നമ്മൾ ജോയിന്റ് ഫാമിലി ആയിരുന്നു. അപ്പൊ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ മീൻസ് അവിടെ ഇവിടെ എല്ലാവരും അറിയും. പക്ഷെ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പാരന്റ്സിന്റെ കാര്യം പറയുമ്പോ അല്ല, അത് ശരി. ഇപ്പൊ എന്റെ ഫാദറിന്റെ 20s എന്നെ ഇപ്പൊ എന്റെ സ്ട്രഗിൾ നമ്മുടെ സ്ട്രഗിൾ ഒന്നും അല്ല എന്ന് തോന്നുന്നു. അവരുടെ 20s സ്ട്രഗിൾസ് കേൾക്കുമ്പോ അപ്പൊക്കെ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്. ഇപ്പൊ പണ്ടത്തെ 20s ആണെങ്കിൽ ഇപ്പോഴത്തെ 20s ഇമോഷൻസ് ചെയ്യുമ്പോ ഒരു പരിധിവരെ ഫാമിലി റെസ്പോൺസിബിലിറ്റീസ്, ഫിനാൻഷ്യൽ മാനേജ്മെന്റ്. ഇപ്പൊ വിമല പറഞ്ഞ പോയിന്റാണ് ഏറ്റവും. കാരണം ഫ്രണ്ട് സർക്കിള് അതിങ്ങനെ ഡിപ്ലീറ്റ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കും. ഇപ്പൊ ഞാനും കോളേജ് തുടങ്ങിയിട്ടുള്ള കണക്ഷനാണ്, ഇപ്പോഴും കണക്ഷനാണ്. ഇവന് സ്കൂൾ ഫ്രണ്ട്സ് ഉണ്ട്. പക്ഷെ നമ്മുടെ ജനറേഷനിലേക്ക് വരുമ്പോൾ ഈ മൈഗ്രേഷൻ വന്ന് അപ്പൊ ഈ 20s ഇപ്പൊ 30s അടുക്കുമ്പോൾ പ്രധാന സംഭവം എന്ന് വെച്ചാൽ ഒരുപാട് പേര് പോയി. സർക്കിൾ എപ്പോഴും ന്യൂക്ലിയർ ഫാമിലി എന്ന് പറഞ്ഞാൽ തന്നെ വളരെ മൈന്യൂട്ട് ആയിട്ടാണ് വന്നോണ്ടിരിക്കുന്നത്. അപ്പൊ അങ്ങനെ കുറെ ചേഞ്ചസ് ഉണ്ട്. പിന്നെ നേരത്തെ പറഞ്ഞാലേ ഇപ്പൊ റീലിൽ കാണിക്കുന്ന അത്ര പ്രശ്നങ്ങൾ എനിക്കില്ല. മുട്ടുവേന, തലവേന, കാലുവേന എന്നൊന്നും എനിക്കില്ല. എനിക്ക് പോകണേ പക്ഷെ പിടിക്കും ഇല്ല. അതുള്ള ഒരുപാട് പേരുണ്ട്. ഇപ്പൊ എനിക്കൊക്കെ പണ്ട് എന്റെ ഒരു കോളേജ് ഫ്രണ്ട് ഉണ്ട്. അവൻ സ്ഥിരമായിട്ട് എനിക്ക് അയച്ചുകൊണ്ടിരുന്ന കോമഡി റീലുകളാ. പുള്ളി ഇപ്പൊ കല്യാണം നോക്കാം. പുള്ളി ഇപ്പൊ എനിക്ക് അയക്കുന്ന റീല് ഞാൻ കഴിഞ്ഞ ദിവസം നീ എന്തിനാണ് എനിക്ക് റീലൊക്കെ അയക്കണെന്ന് ചോദിക്കാൻ എനിക്ക് അയക്കണെന്നാണെന്നറിയോ, എന്റെ റീൽ ഇങ്ങനെ കാലാക്കുമ്പോ പറഞ്ഞ ശബ്ദം വരുന്നു. മറ്റേ ബെൻഡ് ചെയ്ത കുഞ്ഞിയാൻ പറ്റാത്ത 90s കിഡ്. ഞാൻ പിന്നെ അയച്ചു തരുന്നത്
ഈ പെണ്ണ് കിട്ടാത്തതിന്റെ രീതി. അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ നോക്കണില്ല. അപ്പൊ അവൻ ഞാൻ നോക്കണുണ്ട് കൂടി ഒന്നും കിട്ടുന്നില്ല, അതുകൊണ്ട് എനിക്ക് ഇതൊക്കെയാണ് ഇപ്പൊ വന്നേന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ അതും ഒരു ചേഞ്ചാ. ഇപ്പൊ 20s ഞാൻ ഷെയർ ചെയ്ത മീമുകളെല്ലാം അവന്മാരിപ്പൊ എനിക്ക് ഷെയർ ചെയ്യണം. അതുകൊണ്ട് ഞാനിപ്പോ ബെവിനെ പോലെ പ്രായം കുറവുള്ള ആൾക്കാരുടെ കൂടെയൊക്കെയാണ് ഞാൻ ഫീൽ ഷെയർ ചെയ്തത്. അത് സത്യം, എന്റെ ഒരു വൈബ് ഒരു മാച്ച് ചെയ്യുന്നില്ല. അപ്പൊ ഇതാണ് ഇത് കുറെ കാര്യങ്ങളുള്ളത്. പിന്നെ ഇവൻ പറഞ്ഞല്ലോ, മീനോട് എനിക്ക് ചോദിക്കാനുള്ളത്, ഈ ഫ്രണ്ട്സിന്റെ ഒരു ഇത് മാറുമല്ലോ, സർക്കിള് ചേഞ്ച് ആവും. അതുപോലെ ഇപ്പൊ ഒരു മീര പറഞ്ഞു, ഇപ്പൊ ഡിഗ്രി കഴിഞ്ഞു ഉടനെ ജോലിക്ക് കയറി, പിന്നെ അങ്ങനെ ഒരു സൈക്കിളിലേക്ക് പോകുമ്പോ ഒരു ലൈഫ് ചേഞ്ച് ആയിട്ട് ഇപ്പൊ അറ്റ് ദിസ് പോയിന്റ് മീരക്ക് എന്താ തോന്നണേ? അതായത് ഇപ്പൊ 22-ലുള്ള മീര എടുക്കുന്ന ഡിസിഷൻസും ഇപ്പൊ 30 ഞാൻ പറയാനുള്ളായിരുന്നു, ക്ലോസ് ടു 29 വരുമ്പോഴുള്ള മീരയുടെ ഒരു ഇതും എങ്ങനെയാണ്? അതായത് നിങ്ങൾക്കെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ സ്കൂൾ തൊട്ടുള്ള ഫ്രണ്ട്സ് ഇപ്പോഴും ഉണ്ടാവും. പക്ഷെ ഞങ്ങളുടെ അങ്ങനെയല്ല. നമ്മളൊരു കോളേജ് കഴിഞ്ഞു, അത് കഴിഞ്ഞ് ജോബിന് പോയി, ചിലപ്പോൾ അവിടെ കണ്ടിന്യൂ ചെയ്യില്ല. പക്ഷെ ആ ഒരു കൊളീഗ്സ് ആയിരിക്കും നമ്മളോട് ആ ഒരു ടൈമിൽ ഉണ്ടാവുക. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ സ്വിച്ച് ചെയ്യുന്നതോറും നമ്മുടെ എന്താ പറയുക ഫ്രണ്ട് സർക്കിൾ മാറിക്കൊണ്ടിരിക്കും. ഇപ്പൊ നമ്മൾ കല്യാണം കഴിച്ചില്ലെങ്കിൽ കൂടെയുള്ള ലേഡീസ് എല്ലാവരും കല്യാണം കഴിച്ചിട്ടുണ്ടാവും. അവർക്ക് വേറെ പ്രയോറിറ്റീസ് മാറും, എല്ലാം മാറും. പക്ഷെ നമ്മുടെ ഫ്രണ്ട് സർക്കിൾ പിന്നെ മാറിക്കൊണ്ടിരിക്കും. പക്ഷെ നിങ്ങൾ മെയിൽസിനെ വെച്ച് നോക്കുമ്പോൾ അങ്ങനെയല്ല. ഞങ്ങളുടെ ആ ഫ്രണ്ട് സർക്കിൾ കുറച്ചും കൂടെ സ്റ്റേബിളാണ്. പക്ഷെ ഞങ്ങളുടെ അങ്ങനെയല്ല. ഞങ്ങളെ പോലെ അല്ലേ? അതെ അതെ. അതിനല്ലേ ഞാൻ പറഞ്ഞത്, ഇപ്പൊ ഒരു ഡിസിഷൻ മേക്കിംഗ് സാധനങ്ങൾ കുറെ മാറും. ഇപ്പൊ 20s വളരെ ഇമ്പൾസീവ് ആയിട്ട് എടുക്കുന്ന ഡിസിഷൻസ് എനിക്കുണ്ടായിരുന്നു. അത് മണ്ടത്തരങ്ങളായിരിക്കും, നല്ല മണ്ടത്തരങ്ങൾ. ചിലപ്പോ നമ്മള് കരിയർ വരെ പ്ലാൻ ചെയ്യണ ആ ടൈമിലായിരിക്കും. അതെ, ഇപ്പോഴായിരിക്കും മനസ്സിലാവും ഓ അന്നത് എടുക്കണ്ടായിരുന്നു. അത് മാത്രമല്ല 20s ആദ്യത്തെ ജോലി എനിക്ക് വേറെ ജോലി രക്തത്തിളപ്പിന്റെ. പക്ഷെ ഇപ്പോഴും ചെയ്തോട്ടോ, ഞാൻ കഴിഞ്ഞ ജോലി അങ്ങനെ കളഞ്ഞിട്ട് ഇറങ്ങി പോകുന്നത്. പക്ഷെ അല്ല, അതൊരു ഒരുപാട് ചിന്തിക്കും. കാരണം പണ്ട് ആദ്യം 23 വയസ്സിൽ ആദ്യത്തെ ജോലി കിട്ടുമ്പോ പേപ്പർ ഇടാൻ എനിക്ക് വലിയ ചിന്തപ്പാടില്ല, നമുക്ക് ഇട്ട വേറെ കിട്ടും. അപ്പൊ നമുക്ക് EMIs ഇല്ല, ലോൺസ് ഇല്ല, ഒന്നുമില്ല. കാരണം മൊത്തം എക്സ്പെൻസ് നമ്മുടെ, അപ്പൊ നമ്മൾ എന്തെങ്കിലും വാങ്ങിയതോ ഇതിന്റെയൊക്കെ ഉള്ളൂ. പക്ഷെ ഒരു 28-29 നിൽക്കുമ്പോ റിസ്ക് ചെയ്യാനുള്ള പേടി, ഫിയർ ഫാക്ടർ കൂടുതലാണ്. കുറച്ചുകൂടെ ഇൻഡെപ്ത് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ചിന്തിക്കും. അതൊരു നല്ല ചേഞ്ചാ. പിന്നെ എനിക്ക് ഇതും കൂടെ പറയാതെ വൈൻഡപ്പ് ചെയ്യാൻ പറ്റില്ല. 20s വരുന്ന ഹാർട്ട് ബ്രേക്കും ആഫ്റ്റർ 25 വരുന്ന ഹാർട്ട് ബ്രേക്കും എനിക്ക് ക്ലിക്ക് ബീറ്റ് തരും. 20s നമ്മൾ ഭയങ്കരമായിട്ട് ഇമോഷണലി ഇതേയും. 30s ആകുമ്പോ ഇവൻ പോയ വേറെ ആ ഒരു സ്ഥലം കിട്ടും. തിരിച്ചല്ലേ അങ്ങനെ എനിക്ക് അങ്ങനെ പറയത്തക്ക എക്സ്പീരിയൻസ് ഒന്നും ഇതിലില്ല. കാരണം ഒരേ ടെമ്പോല ഞാൻ പോണേ. 20s ബ്രേക്ക്, 25 ബ്രേക്ക്, അപ്പൊ ഇങ്ങനെ സീരീസ് ഓഫ് ബ്രേക്കപ്സിൽ കൂടെ പോകണോണ്ട് എനിക്ക് അതിലൊരു കമന്റ് പറയുകയാണെങ്കിൽ ഇപ്പൊ എന്റെ കാര്യം ഇപ്പൊ മീര പറഞ്ഞാലും തന്നെ ഇപ്പൊ അന്ന് ഒരാൾ പോയ വേറെ കിട്ടുമെന്നുള്ളൊരു ഇതായിരിക്കും. ഇപ്പൊ അല്ലല്ല, അന്ന് പോകുമ്പോ ഇമോഷണലി അൺബാലൻസ്ഡ് ആയി പോവാൻ, ഇപ്പൊ വരുമ്പോഴേക്കും കുറച്ചുകൂടെ വേറെ ആളെ കിട്ടുമെന്നുള്ള കൂടല്ലേ എനിക്ക് പിന്നെ അന്ന് അങ്ങനെ. അന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്താ വേറെ ഇയാളില്ലെങ്കിൽ ചത്ത് കളയും, ആ ഒരു സീനൊക്കെ ഇരിക്കും. പിന്നെ കുറച്ചും കൂടെ കഴിയുമ്പോഴല്ലേ നമുക്ക് ആ ഒരു ഇത് അയ്യേ ഇവനോ ഒന്ന് പറഞ്ഞല്ലേ. നിനക്ക് എങ്ങനെയായിരുന്നു? എനിക്ക് പക്ഷെ നേരെ തിരിച്ചാണ്ടോ. കാരണം 20s എന്നെ അത് അത്ര അഫക്ട് ചെയ്തിട്ടില്ല. കാരണം മറ്റേ സീനായിരുന്നു, വേറെ ഒരു ജോലി പോലെ തന്നെയായിരുന്നു. 20s ഹാർട്ട് ബ്രേക്സ് ഒന്നും അങ്ങനെ അത്ര അഫക്ട് ചെയ്തിട്ടില്ല. പക്ഷെ 25 അല്ല, ചിലപ്പോ ഒരു സീരിയസ് പരിപാടി എനിക്ക് തോന്നിയിട്ടുള്ളത് മേ ബി ആഫ്റ്റർ 25 ആയിരിക്കും. അപ്പൊ അതെനിക്ക് റിവേഴ്സലാ തോന്നിയിട്ടുള്ളത്. എനിക്ക് ആഫ്റ്റർ 25 ഒരാൾ പോകുമ്പോഴാണ്. കാരണം അപ്പോഴായിരിക്കും എനിക്ക് മേ ബി അറിയില്ല, അത്രയും കണക്ഷൻ ബിൽഡ് ചെയ്തോണ്ടായിരിക്കാം. 25 പോയിട്ട് ഞാൻ പതറിയിട്ടില്ല, ബട്ട് ആഫ്റ്റർ 25 പോയപ്പോ ഞാൻ ഒന്ന് പതറിയിട്ടുണ്ട്. ഇവളറി പറയൂ. അല്ല, എനിക്ക് തോന്നിപ്പോ തിരിച്ചാണെന്ന് എനിക്ക് ആണുങ്ങളുടെ കാര്യത്തില് ബ്രേക്ക് ഇപ്പൊ പറഞ്ഞല്ലോ, ഇപ്പൊ 30 പോയ അടുത്ത ആള് വരും എന്നുള്ളൊരു ധൈര്യം ഉണ്ടല്ലോ. അത് സമയം ആണുങ്ങളുടെ കാര്യത്തിൽ അങ്ങനെ എല്ലാം തോന്നും, അവർക്ക് കുറച്ചുകൂടി ഇൻസെക്യൂർ ആവാൻ തോന്നും. കാരണം എൻ്റെ ഒരു ബ്രദറുണ്ട്, പുള്ളി ഇതുപോലെ തന്നെ ഇപ്പൊ ടിൻഡർ ഡേറ്റ്സ് അങ്ങനെ ഇതിനൊക്കെ പോയച്ചാണ്. അപ്പൊ പുള്ളിക്ക് ഒരു പ്രായം കഴിഞ്ഞിട്ട് പുള്ളിക്ക് ഭയങ്കര കുറവാണ്, പിന്നെ ഈവൻ സ്വൈപ്പ് കിട്ടണം. ആ പുള്ളി ഹി ലുക്സ് ഗുഡ്, ലൈക് സംസാരിക്കാറ്, ജോലിയുണ്ട്, അപ്പൊ ഇതെല്ലാം ഉണ്ട്. പക്ഷെ
ഡേറ്റ് കിട്ടണ ഭയങ്കര കുറവാണ്. അപ്പൊ ഞാൻ എന്താണ് സ്കോർ ഇഷ്യൂ എന്താന്ന് ചോദിച്ചപ്പോ പുള്ളി പറഞ്ഞത് 30s ആണെന്നുള്ള ഒറ്റ കാരണം കൊണ്ടാണ്. കാരണം ആ ഏജ് കാണുമ്പോ പലർക്കും സ്വൈപ്പ് ചെയ്യാൻ ഒരു മടി എന്തോ ഉണ്ട് എന്നാണ് പറയണത്. 20 ഈവൻ പിന്നെ ഈ പറഞ്ഞ പോലെ ഈ പറഞ്ഞ നമ്മുടെ മാട്രിമോണിയൽ സൈറ്റുകളില് ഒരു 20s കിട്ടണ ഒരാൾക്ക് കിട്ടണ ആ ഒരു എന്താ പറയാ അമ്പ് ഒരിക്കലും 30s കിട്ടൂല. അത് ശരിയാണ്. എനിക്ക് തോന്നുന്നു നമ്മുടെ കഴിഞ്ഞ ജനറേഷൻ മാറി തുടങ്ങി. ഇല്ല, കഴിഞ്ഞ ജനറേഷനില് ഈ പറഞ്ഞ 30 ആയാലും നിങ്ങൾക്ക് കല്യാണം സുഖമായിട്ട് കിട്ടുമോ. പക്ഷെ ഇപ്പൊ എല്ലാരും ഒരു അത്യാവശ്യം വെൽ ഫോംഡ് ആയിട്ടുള്ള ഫാമിലി എല്ലാവരും ഒരു 25 കഴിയുമ്പോ തന്നെ ആണുങ്ങളെയൊക്കെ സെറ്റിലാക്കി എത്തിച്ചുവിടാനുള്ള ധൃതിയാ. നമ്മുടെ ജനറേഷനിൽ ആ ഇഷ്യൂ ഉണ്ടായാലും തോന്നുന്നു. ഇല്ല, എനിക്ക് തോന്നുന്നു ഇപ്പോഴാണ് 30s കല്യാണം നോർമലൈസ് ചെയ്യപ്പെട്ടത്. അതിനു മുന്നേ ഓൾമോസ്റ്റ് എനിക്കറിയില്ല, ഇപ്പൊ എല്ലാരും 25 അതിപ്പോഴും ഉണ്ട് കേട്ടോ. ഞങ്ങളുടെ ബാച്ചിൽ പഠിച്ച കുറെ പേര് 24ലും 25 മാരേജ് ചെയ്ത ആൾക്കാരുണ്ട്. പക്ഷെ അത് ഡിഫറെന്റ് ടോപ്പിക്കാണ്. ഞാൻ പറഞ്ഞത് അതന്ന് ഇന്ന് നടക്കുന്നുണ്ട്. പിന്നെ ഇവൻ പറഞ്ഞ എനിക്ക് തോന്നുന്നു ആഫ്റ്റർ 30 ഒരു മാട്രിമോണിയിലാണെങ്കിലും ഡേറ്റിംഗ് സൈറ്റിലാണെങ്കിലും ഡിമാൻഡ് പറയും. അത് ഓക്കെ. ഞാൻ എന്നും ഡിമാൻഡ് ഉണ്ട്. പണ്ടത്തെ വിമലിനെ മാർക്കാൻ പറ്റാത്ത ഏത് ഡേറ്റിംഗ് സൈറ്റ് ഉള്ളതെന്ന് പറഞ്ഞു കൊടുത്തു. പിന്നെ ഞങ്ങള് പോഡ്കാസ്റ്റ് വീട്ടിൽ നിൽക്കുന്നു. അപ്പൊ അത് അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പൊ ഞാൻ പറയാ ഒരുപാട് കാര്യങ്ങൾ 20s ഇതിലേക്ക് വരുമ്പോ മേജറായിട്ട് എനിക്ക് വന്ന ഫിനാൻഷ്യല്, പിന്നെ ഇമോഷണൽ ട്രോമാസ്, അതിനെ സൊസൈറ്റിയുടെ ഒരു പുഷ്, അത് നമ്മൾ പറഞ്ഞു. അങ്ങനെ ഓൾമോസ്റ്റ് ഇതൊക്കെയാണ്. മുട്ടുവേദന പറയില്ല, നമുക്കതില്ല, കണ്ടില്ലേ. അപ്പൊ ഇനി കൂടുതൽ ഇരുത്തി കഴിഞ്ഞാൽ എല്ലാരും എണീക്കണം, ഇങ്ങനെ ഇരിക്കും. അപ്പൊ അതുകൊണ്ട് നമുക്ക് വൈൻഡപ്പ് ചെയ്യാൻ ടൈമായി. ഇത് 90s കിഡ് മാത്രം കണ്ടാൽ മതി. കിഡ് എന്ന് പറയാൻ പറ്റില്ലേ, 90s കിഡ്സ് എന്ന് പറയാൻ പറ്റില്ല, 90s ബോയ്സ് ആൻഡ് ഗേൾസ്. നിങ്ങളത് കണ്ടു നോക്കുക. നിങ്ങൾക്ക് എവിടെയെങ്കിലും എന്തെങ്കിലുമൊക്കെ റിലേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ പറയാ, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബാക്കി നിങ്ങൾ പറ, നിങ്ങൾ വെറുതെ കൊണ്ടുവന്ന സബ്സ്ക്രൈബ് എണീക്കാൻ പറ്റുമോ? ഒറ്റ അടിക്ക് എണീക്കാൻ പറ്റുമോ? Ready, 1, 2, 3. വൈൻഡപ്പ് ചെയ്യാൻ പോണേ.